നാഗങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധ നേടിയ ഉഗ്രസർപ്പമാണ് തക്ഷകൻ. താൻ കഴിവുള്ളവനും കൊടിയ വിഷം വഹിക്കുന്ന ഈ നാഗരാജൻ അതീവമായ അത്ഭുത സിദ്ധിക്ക് ഉടമയായിരുന്നു. ഇതിഹാസമായ മഹാഭാരത രചന തുടങ്ങുന്നത് തന്നെ ജനമേജയ രാജാവ് സർപ്പങ്ങളുടെ നാശത്തിനായി നടത്തുന്ന സർപ്പസത്ര യാഗത്തെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ടാണ്. കശ്യപ പ്രജാപതിയുടെയും കദ്രുവിന്റെയും സന്തതികളായി ലോകത്ത് നാഗപരമ്പരയുടെ ജനനമുണ്ടാവുന്നു. അതേ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് നാഗങ്ങളുടെ ശത്രുവായ ഗരുഡന്റെയും ഉത്ഭവം ഉണ്ടാവുന്നത്. പ്രജാപതി ദക്ഷന്റെ 13 പെൺമക്കളെയും കശ്യപ മുനി തന്നെയാണ് വിവാഹം കഴിച്ചത്. അവരിൽ 2 പേരായിരുന്നു കദ്രുവും വിനതയും. 1000 സർപ്പസന്തതികളെ വരമായി കശ്യപനിൽ നിന്ന് കദ്രു ആവശ്യപ്പെടുന്നു. അതേസമയം വിനിത അതിബലവാന്മാരായ 2 മക്കളെയുമാണ് ആവശ്യപ്പെട്ടത്. 2 പേർക്കും വരം കൊടുത്തു. എന്നാൽ 2 പേർക്കും മുട്ടകളുടെ രൂപത്തിൽ നിന്നാവും പുത്രന്മാർ ഉടലെടുക്കുക. അങ്ങനെ 2 പേരും മുട്ടകളായി സന്തതികളെ പ്രസവിച്ചു. വർഷങ്ങൾ കഴിഞ്ഞതും കദ്രുവിന്റെ 1000 മുട്ടകളും വിരിഞ്ഞ് 1000 നാഗകുഞ്ഞുങ്ങൾ പുറത്തു വന്നു. അപ്പോഴും വിനിതയുടെ ഇരുമുട്ടകളും വിരിഞ്ഞില്ല. ഇതിന്റെ വിഷമത്താൽ വിനിത തന്റെ ഒരു മുട്ടയെ സ്വയം കുത്തിപ്പൊട്ടിക്കാനായുള്ള ശ്രമം നടത്തി. അതിന്റെ ഫലമായി ഈ മുട്ടയിൽ നിന്ന് ശരീരം പൂർണ്ണമാവാത്ത അനൂരു എന്ന പുത്രനായിരുന്നു പുറത്തു വന്നത്. പക്ഷേ അതീവ തേജോമയനായിരുന്നു ആ പുത്രൻ. കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത മുട്ടയും വിരിഞ്ഞ് അതീവ തേജസ്സും ഫലവാനുമായ ഗരുഡൻ എന്ന പുത്രൻ പുറത്തു വന്നു. നാഗങ്ങളിൽ മൂത്ത പുത്രന്റെ പേരാണ് അനന്തൻ എന്നും രണ്ടാമന്റെ പേര് വാസുകി എന്നുമായിരുന്നു. മൂന്നാമനായാണ് തക്ഷകന്റെ ജനനം. കദ്രുവിന്റെ നിഷ്ഠൂരമായ പ്രവൃത്തികൾക്ക് കൂട്ടുനിൽക്കാത്തതിനാൽ ഈ മാതാവിൽ നിന്ന് തന്നെ നാഗപരമ്പരയ്ക്ക് ശാപവും ലഭിക്കുന്നുണ്ട്. തീയിൽ വീണ് വെന്തു മരിക്കട്ടെ എന്ന ദാരുണമായ ശാപമായിരുന്നു സ്വന്തം മക്കൾക്ക് കദ്രു നൽകിയത്. അമ്മയുടെ ചെയ്തിയിൽ മനം നൊന്ത് അനന്തനും വാസുകിയും തപസ്സിനായി പോയി. തക്ഷകനാകട്ടെ കുടുംബവും ഉപേക്ഷിച്ചു. കുരുവംശത്തിലെ ഭരണസ്ഥിതാ കേന്ദ്രമായിരുന്ന ഹസ്തിനാപുരിയുടെ അധീനതയിൽ വരുന്ന ഒരു കാടായിരുന്നു ഗാണ്ഡവപ്രസ്ഥം. അങ്ങനെ തക്ഷകൻ അതിൽ വസിക്കുകയും ചെയ്തു. തക്ഷകനൊപ്പം മായാസുരനും ആ ഗാണ്ഡവപ്രസ്ഥത്തിൽ ഉണ്ടായിരുന്നു. ദാനവരുടെ ശില്പിയായിരുന്നു മായാസുരൻ. തന്റെ മായിക ശക്തിയാൽ അതിമനോഹരമായ ശില്പങ്ങളും മണിമാളികകളും വിചിത്രമായ രീതിയിൽ അദ്ദേഹം നിർമ്മിച്ചു. അതോടൊപ്പം ഒട്ടനവധി നാഗങ്ങളും ആ ഒരു ഗാണ്ഡവപ്രസ്ഥത്തിൽ സുരക്ഷിതരായി കഴിഞ്ഞു വന്നു. തക്ഷകന്റെയും സർപ്പങ്ങളുടെയും ആധിപത്യം കാരണം ഗാണ്ഡവപ്രസ്ഥത്തിൽ മനുഷ്യർക്കാർക്കും പ്രവേശനമില്ലായിരുന്നു. ഇത്ര അപകടകരമായ ഗാണ്ഡവപ്രസ്ഥമായിരുന്നു രാജ്യവിഭജന സമയത്ത് പാണ്ഡവർക്ക് ഓഹരിയായി ലഭിച്ചത്. അത് ശകുനിയുടെയും ദുര്യോധനന്റെയും തന്ത്രവുമായിരുന്നു. എന്തിലും തൃപ്തരായിരുന്ന പാണ്ഡവർ അതിലും സന്തോഷം കണ്ടെത്തി. രാജ്യം നിർമ്മിക്കാനായി എത്തിയ പാണ്ഡവരെ തക്ഷകനും നാഗങ്ങളും കൂടെ ചേർന്ന് ആക്രമിച്ചു. എന്നാൽ അസ്ത്രശസ്ത്ര വിദ്യകളിൽ അഗ്രഗണ്യനായിരുന്ന അർജുനൻ ആ നാഗങ്ങളെ നേരിട്ടു. ആഗ്നേയ അസ്ത്രം ഉപയോഗിച്ച് പാർത്ഥൻ ആ വനം മുഴുവൻ തീയിട്ടു. തോൽവി മുൻകൂട്ടി അറിഞ്ഞ തക്ഷകൻ ദേവേന്ദ്രന്റെ സഹായം തേടുകയാണ് ചെയ്തത്. തക്ഷകനും ദേവേന്ദ്രനും മിത്രങ്ങളായിരുന്നു. എല്ലാ സഹായവും വാഗ്ദാനം ചെയ്ത ദേവേന്ദ്രൻ ഇവിടെയും തക്ഷകനെ സഹായിക്കാൻ മറന്നില്ല. സ്വന്തം പുത്രനാണ് എതിരെ നിൽക്കുന്നത് എന്ന് മറന്ന് തക്ഷകനെ സഹായിക്കുകയാണ് ഇന്ദ്രൻ. ദുർവാസാവിന്റെ അനുഗ്രഹത്താലുള്ള മന്ത്രത്തിൽ കുന്തിക്ക് ദേവേന്ദ്രന്റെ അംശത്തിലുണ്ടായ പുത്രനാണ് അർജുനൻ. പിതാവും പുത്രനും തമ്മിലുള്ള യുദ്ധം രൂക്ഷമായപ്പോൾ ആ വേദിയിൽ സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെ പ്രത്യക്ഷനായി. അദ്ദേഹത്തിന്റെ വാക്കുകൾക്കെതിരെ പോവാൻ ദേവേന്ദ്രനും അർജുനനും തയ്യാറായില്ല. ആ യുദ്ധം അവിടെ അവസാനിച്ചു. മാത്രമല്ല ദേവേന്ദ്രൻ അർജുനനെ അനുഗ്രഹിക്കുകയും ചെയ്തു. മായാസുരൻ പാണ്ഡവർക്ക് കീഴടങ്ങി. ദേവേന്ദ്രന്റെ അനുഗ്രഹത്താൽ അവിടെ അതിമനോഹരമായ ഒരു നഗരം തന്നെ മായാസുരൻ പാണ്ഡവർക്ക് വേണ്ടി പണി ചെയ്യിപ്പിച്ചു. ഇന്ദ്രന്റെ അനുഗ്രഹത്താൽ ഉണ്ടായ ആ നഗരത്തെ ഇന്ദ്രപ്രസ്ഥം എന്ന് നാമകരണവും ചെയ്തു. വേറെ നിവൃത്തിയില്ലാതെ തക്ഷകൻ അവിടെ നിന്ന് പലായനം ചെയ്തു. പാണ്ഡവരോട്, പ്രത്യേകിച്ച് അർജുനനോട് അടങ്ങാത്ത വിദ്വേഷവും പകയുമായിരുന്നു തക്ഷകന്റെ ഉള്ളിൽ. തൽക്കാലം ക്ഷമിച്ച അവസരത്തിനായി അവൻ കാത്തിരുന്നു. അത്രയും വലിയ വരം ഭക്ഷണമായി ലഭിച്ച അഗ്നിദേവൻ അർജുനനിൽ സംപ്രീതനായി. തുടർന്ന് ഗാണ്ഡീവം എന്ന മഹത്കരമായ വില്ല് കുന്തിപുത്രന് സമ്മാനിക്കുകയും ചെയ്തു. മറ്റൊരിക്കൽ ഇന്ദ്രപ്രസ്ഥത്തിൽ രാജസൂയ യജ്ഞത്തിനായി പുറപ്പെടുവിപ്പിച്ച് 1,00,000 പശുക്കളെ തക്ഷകൻ അപഹരിക്കുകയും ചെയ്തു. അതും ദുര്യോധനന്റെയും ശകുനുടെയും അപേക്ഷ പ്രകാരം തന്നെയായിരുന്നു. എന്നാൽ അവിടെയും പാർത്ഥൻ തക്ഷകനെ നിഷ്പ്രയാസം കീഴടക്കി പൈക്കളെയെല്ലാം കൊട്ടാരത്തിലേക്ക് എത്തിച്ചു. അർജുനനോടുള്ള പക തക്ഷകന്റെ ഉള്ളിൽ വളരാൻ ഇത്തരത്തിലുള്ള പരാജയങ്ങൾ കാരണമായി. പാർത്ഥനോടും പാണ്ഡവരോടുമുള്ള പക ഇത്തരത്തിൽ തക്ഷകന്റെ ഉള്ളിൽ വളരാൻ തുടങ്ങി. അവനത് തീർത്തത് പാർത്ഥന്റെ പൗത്രനായ പരീക്ഷിത്തിലൂടെയാണ്. പരീക്ഷിത്ത് മഹാരാജാവ് തന്റെ 36ാമത്തെ വയസ്സിലാണ് ഭാരതദേശത്തിന്റെ രാജാവാവുന്നത്. കുരുവംശത്തിന്റെ എല്ലാ ഗുണഗണങ്ങളും ഇണങ്ങിയ യോഗ്യനായ ഒരു രാജാവായിരുന്നു അദ്ദേഹം.
ഒരിക്കൽ അദ്ദേഹം ബുദ്ധിമോശത്താൽ ചെയ്ത ഒരു കയ്യബദ്ധം അദ്ദേഹത്തിന്റെ ആയുസ് ഒടുക്കുന്നതിലേക്ക് കൊണ്ടുപോയി എത്തിച്ചു. ഒരിക്കൽ നായാട്ടിന് പോയ പരീക്ഷിത് രാജാവ് ക്ഷീണിച്ച് അവശനായി അവിടെ കണ്ട ഒരു ആശ്രമത്തിലേക്ക് കയറി ചെന്നു. ശമീക മഹർഷിയുടെ ആശ്രമമായിരുന്നു അത്. ആശ്രമ പരിസരത്ത് തന്നെ മഹർഷി ധ്യാനത്തിൽ ഉപവിഷ്ടനുമായിരുന്നു. രാജാവ് മഹർഷിയോട് കുടിക്കുവാൻ വെള്ളം ചോദിച്ചു. പക്ഷേ ധ്യാനത്തിന്റെ ഏകാഗ്രതയിൽ മുഴുകിയ മഹർഷി ചുറ്റും നടക്കുന്നത് ഒന്നും തന്നെ അറിയുന്നില്ല. രാജാവ് ഒരുപാട് തവണ മഹർഷിയോട് വെള്ളത്തിനായി ആവശ്യപ്പെട്ടു. ഒന്നിനുമില്ല ഉത്തരം. മഹർഷി പ്രതികരിക്കാത്തത് കണ്ടപ്പോൾ രാജാവ് ഏറെ കോപിഷ്ഠനാവുകയാണ്. ദാഹം കൊണ്ടും ക്ഷീണം കൊണ്ടും കോപിഷ്ഠനായ പരീക്ഷിത്ത് തന്റെ ദേഷ്യം ആ മഹർഷിയുടെ മേലെ തീർത്തു. നിലത്ത് കിടക്കുന്ന ഒരു ചത്ത പാമ്പിനെ മഹർഷിയുടെ കഴുത്തിലൂടെ ഇടുകയാണ് പരീക്ഷിത് രാജാവ്. അതിനുശേഷം ആ കാഴ്ചയിൽ സന്തുഷ്ടനായി മടങ്ങി പോവുകയും ചെയ്തു. രാജാവായിരുന്നാലും എത്ര ഉന്നത പദവിയിലിരുന്നാലും താപസന്മാരോട് ഇടപഴകുന്നത് കുറച്ച് സൂക്ഷിച്ചു വേണമെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. ശമീക മഹർഷിയുടെ മകനായ ശൃംഗി എന്ന കുട്ടിയുടെ രൂപത്തിൽ വിധി പരീക്ഷിത് മഹാരാജാവിന്റെ അന്ത്യം കുറിച്ചു. ആശ്രമ പരിസരത്ത് കളിക്കാൻ പോയ ശൃംഗി തന്റെ കൂട്ടുകാർക്കൊത്ത് മടങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നാൽ തന്റെ പിതാവ്, അതായത് തപസ്സിലിരിക്കുന്ന തന്റെ പിതാവിന്റെ കഴുത്തിലൂടെ ഒരു ചത്ത പാമ്പ് ഇരിക്കുന്നതാണ്. മുനികുമാരന് വല്ലാത്ത സങ്കടവും ദേഷ്യവും വന്നു. കൂടെ കൂട്ടുകാരുടെ കളിയാക്കൽ കൂടെ ആയപ്പോൾ ആ കൊച്ചു മനസ്സിന് അത് താങ്ങാൻ തന്നെ ആയില്ല. ആ കുഞ്ഞു നാവിൽ നിന്ന് ശാപം പുറപ്പെട്ടു. ശാപം ഇങ്ങനെയായിരുന്നു: ഇത് ചെയ്തത് ആരായാലും ഒരാഴ്ചക്കകം തക്ഷകനാഗത്തിന്റെ ദംശനമേറ്റ് മരണപ്പെടട്ടെ. തപസ്സിൽ നിന്ന് ഉണർന്ന മഹർഷി നടന്ന സംഭവങ്ങളെല്ലാം തന്റെ ദിവ്യദൃഷ്ടിയിലൂടെ ഗ്രഹിച്ചു. മകന്റെ ശാപത്തിൽ അദ്ദേഹത്തിന് മനസ്താപം തോന്നി. അത്രയും ഗുണവാനും യോഗ്യനുമായ സർവോപരി വിഷ്ണുഭക്തനായ ആ ഒരു രാജാവിനെ ഇത്തരം ശാപവചനങ്ങളിൽ ഏർപ്പെടുത്തേണ്ടിയിരുന്നില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. ഒട്ടും തന്നെ അമാന്തിക്കാതെ അദ്ദേഹം കൊട്ടാരത്തിൽ ആളെ അയച്ച് ശാപവചനങ്ങൾ ഉണർത്തിച്ചു. കൊട്ടാരം ഒന്നാകെ സ്തംഭിച്ചു. എല്ലാവരും ഉത്കണ്ഠാകുലരായി. ഒരാഴ്ചക്കകം തങ്ങളുടെ രാജാവ് മരണപ്പെടുമെന്ന് അറിഞ്ഞ് മന്ത്രിമാരും പണ്ഡിതന്മാരും പൗരമുഖ്യരും ഇനി എന്ത് വേണമെന്ന് ചിന്തിച്ച് കൂടിയാലോചിക്കുന്നു. തക്ഷകനെ യാതൊരു വിധത്തിലും അകത്തു കടക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള ഒരു മന്ദിരം പണി ചെയ്ത് രാജാവിനെ അതിൽ സർവ്വരക്ഷയും പരിരക്ഷയോടും കൂടി താമസിപ്പിക്കണം. ഇതായിരുന്നു അവരുടെ തീരുമാനം. എന്നാൽ പരീക്ഷിത് മഹാരാജാവ് ഇതിനെ വളരെ സംയമനത്തോടു കൂടിയാണ് സമീപിച്ചത്. താൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് തന്നെ കാത്തിരിക്കുന്നത് എന്ന് ശാന്തമായ മനസ്സോടുകൂടെ തന്നെ ആ വിപത്തിനെ അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറായി. തനിക്ക് അവശേഷിച്ചിരിക്കുന്ന 7 ദിവസങ്ങൾ ഈശ്വര ചിന്തയിൽ മുഴുകി ജീവിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. പണ്ഡിതന്മാരുടെ നിർദ്ദേശപ്രകാരം നദിയുടെ നടുക്കിൽ അതിവേഗം തന്നെ പണി ചെയ്ത ഒരു കൊട്ടാരത്തിന്റെ ഉള്ളിലായി പരീക്ഷിത് മഹാരാജാവിന്റെ താമസം. വ്യാസ മഹർഷിയുടെ പുത്രനായ ശുഗമുനിയുടെ നേതൃത്വത്തിൽ രാജാവിന് ഭാഗവതവും ഉപദേശിക്കുകയും ചെയ്തു. തക്ഷകന് ഇതിൽ പരം ഒരു സന്തോഷം വേറെ ഇല്ലായിരുന്നു. അർജുനനോട് പകരം വീട്ടാൻ ഒരു അവസരം വന്നെത്തിയിരിക്കുന്നു. കാലം തനിക്കായി ഒരു രംഗം തന്നെ ഒരുക്കി തന്നിരിക്കുന്നു. കേവലം ഒരു വ്യക്തിയോട് എത്ര പ്രാവശ്യം അടിയറവ് പറഞ്ഞിരിക്കുന്നു തക്ഷകൻ. എന്നാൽ അവനോട് പ്രതികാരം ചെയ്യാൻ അവന്റെ വംശത്തെ തന്നെ ലക്ഷ്യമാക്കുകയാണ് ഇപ്പോൾ തക്ഷകൻ. പരീക്ഷത്തിനെ ദംശിക്കാനുള്ള ആ സുവർണ ദിനത്തിനായി അവൻ കാത്തിരുന്നു. എന്നാൽ കശ്യപ പ്രജാപതി തന്റെ ആന്തരിക ജ്ഞാനത്തിലൂടെ മനസ്സിലാക്കുകയാണ് തന്റെ പുത്രനായ തക്ഷകൻ മഹാവിഷ്ണു ഭക്തനായ പരീക്ഷത്തിനെ ദംശിക്കാൻ പോവുകയാണ് എന്ന്. ഇതിനു നേരെ തന്റെ പുത്രനെ തടയാനായി കശ്യപ പ്രജാപതി തയ്യാറെടുക്കുകയാണ്. ഉടനെ തന്നെ അദ്ദേഹം പരീക്ഷത്തിന്റെ അടുത്തേക്ക് യാത്രയായി. മഹാവിഷഹാരിയായിരുന്നു അദ്ദേഹം. പിതാവിന്റെ യാത്ര മനസ്സിലാക്കിയ കശ്യപൻ ഒരു വൃദ്ധന്റെ രൂപത്തിൽ തന്റെ പിതാവ് വരുന്ന വഴിയിൽ കാവൽ നിന്നു. മഹർഷി അടുത്തു വന്നപ്പോൾ ബ്രാഹ്മണൻ ചോദിച്ചു, ഹേ മുനിവര്യ, അങ്ങ് എങ്ങോട്ടാണ് പോകുന്നത്? കശ്യപൻ മറുപടി ഓതി. പുണ്യവാനായ പരീക്ഷിത് മഹാരാജാവിനെ ശമീക മഹർഷിയുടെ പുത്രന്റെ ശാപത്താൽ തക്ഷകൻ ദംശിക്കാൻ ഇടയുണ്ട്. അങ്ങനെ തക്ഷകൻ ദംശിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ വിഷമിറക്കി അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കണമെന്നാണ് ഞാൻ കരുതുന്നത്. ഇതിനു വേണ്ടിയാണ് ഞാൻ പോകുന്നത്. പ്രജാഹിതമനുസരിച്ച് ധർമ്മപരിപാലനം ചെയ്ത ഒരു രാജാവാണ് പരീക്ഷിത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ രക്ഷിക്കേണ്ടത് എന്റെ ചുമതലയാണ്. ആ മഹാത്മാവിന്റെ ജീവൻ രക്ഷിച്ചാൽ ഇഹത്തിലും പരത്തിലും എനിക്ക് പുണ്യം ലഭിക്കും. പിന്നെ ചക്രവർത്തി ആയതുകൊണ്ട് അദ്ദേഹത്തിന് സന്തോഷം കൊണ്ട് കുറെ ധനവും എനിക്ക് സമ്മാനമായി നൽകും. ഇത്രയും പറഞ്ഞുകൊണ്ട് കശ്യപൻ നിർത്തി. അപ്പോഴാണ് ആ മുനിവര്യൻ ചോദിക്കുന്നത്, അങ്ങ് ഒരു മഹർഷിയല്ലേ, അങ്ങേക്ക് എന്തിനാണ് ധനം? അപ്പോൾ കശ്യപൻ പറയുന്നുണ്ട്, എനിക്ക് ധനം വേണ്ട, എന്നാൽ എനിക്ക് കിട്ടുന്ന ധനം സാധുജനങ്ങളുടെ പരിപാലനത്തിനായി ഉപയോഗപ്രദമാകും. ആശ്രമത്തിലെ അന്തേവാസികൾക്കും ഗുരുകുലത്തിനായി വരുന്ന കുട്ടികൾക്കും ഹോമങ്ങളും യാഗങ്ങളും നടത്താനായും പണം ആവശ്യം തന്നെയല്ലേ? ഇത്രയും പറയുന്നുണ്ട് കശ്യപൻ. പക്ഷെ ഇത് കേൾക്കുന്ന ബ്രാഹ്മണൻ പറയുന്നു, എന്തൊക്കെ പറഞ്ഞാലും അങ്ങേക്ക് തക്ഷകന്റെ വിഷം വഹിക്കാനാവുകയില്ല എന്ന്. അപ്പോൾ മഹർഷിയും വിട്ടുകൊടുത്തില്ല. ഹലാഹലം പോലും വഹിക്കാൻ എനിക്ക് കഴിവുണ്ട്. ആ നിമിഷം തന്നെ തക്ഷകൻ തന്റെ സ്വന്തം രൂപം അവലംബിച്ചു. പിതാവേ, ഇത് ഞാൻ തന്നെയാണ്. എന്റെ വിഷശക്തി എന്താണെന്ന് ഞാൻ ഇപ്പോൾ തന്നെ കാണിച്ചു തരാം. അവൻ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു കൂറ്റൻ ആൽവൃക്ഷത്തിന്റെ മേലെ അമർത്തി ഒന്ന് കടിച്ചു.
അപ്പോൾ തന്നെ ആ വൃക്ഷം വിഷജ്വാലയാൽ കത്തിയെരിഞ്ഞ് ചാമ്പലായി. മഹർഷി പക്ഷേ ഒട്ടും തന്നെ വിട്ടുകൊടുത്തില്ല. ഞൊടിയിടയിൽ അദ്ദേഹം കണ്ണുകൾ അടച്ച് മന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങി. നിമിഷ നേരം കൊണ്ട് തന്നെ ആ വൃക്ഷം പണ്ടത്തേൽ നിന്ന് ഫലപുഷ്ടമായി. പിതാവിന്റെ കഴിവെന്താണെന്ന് പുത്രന് ബോധ്യമായി. പക്ഷേ തനിക്ക് വീണ് കിട്ടിയ അവസരം നഷ്ടപ്പെടുത്താൻ തക്ഷകനും ഒട്ടും തന്നെ തയ്യാറായിരുന്നില്ല. തക്ഷകൻ പിതാവിന് മുൻപിൽ തൊഴുതു. പിതാവേ, അങ്ങിതിൽ ഇടപെടരുത്. പരീക്ഷത്തിന് സർപ്പദംശനം ഏൽക്കണമെന്നുള്ളത് ശൃംഗിയുടെ ശാപം മാത്രമല്ല, ഈശ്വരന്റെ നിശ്ചയം കൂടി ആണ്. ധനത്തിനോട് ആഗ്രഹമുള്ള തന്റെ പിതാവിന് തക്ഷകൻ നേരത്തെ തന്നെ കൊണ്ടുവന്ന ധനങ്ങൾ നൽകി അദ്ദേഹത്തിനെ മടക്കി അയച്ചു. മടങ്ങുന്ന വഴിക്ക് കശ്യപൻ ചിന്തിച്ചു, ഭദ്രവിന്റെ ശാപം പാലിക്കണം, അസ്തികന്റെ ജനനോദ്ദേശവും നടക്കണം. പരീക്ഷിത്ത് സർപ്പദംശനമേറ്റു മരിക്കാതെ ഇത് രണ്ടും സാധ്യമല്ല. അതുകൊണ്ട് ഞാനിതിൽ ഉൾപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തക്ഷകൻ തന്റെ അനുജമാരെ കുറച്ചുപേരെ വിളിച്ചു വരുത്തി. നിങ്ങൾ എല്ലാവരും ബ്രാഹ്മണ വേഷം അവലംബിക്കണം. ആര് കണ്ടാലും കൊതിക്കത്തക്ക രീതിയിലുള്ള മാതളപ്പഴങ്ങൾ ശേഖരിക്കുകയും വേണം. ആ പഴത്തിൽ ഒരു ചെറിയ കൃമിയായി ഞാൻ കടന്നുകൊള്ളാം. നിങ്ങൾ ചെയ്യേണ്ടത് ആ പഴങ്ങൾ പരീക്ഷത്തിനരികിൽ എത്തിക്കണം എന്നുള്ളതാണ്. ബ്രാഹ്മണരായതുകൊണ്ട് നിങ്ങൾക്ക് അവിടേക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്യും. ജ്യേഷ്ഠൻ നിർദ്ദേശിച്ചതുപോലെ തന്നെ അവർ കാര്യങ്ങൾ ചെയ്തു. ഹൃദ്യമായ ഒരു മാതളപ്പഴത്തിൽ തക്ഷകൻ തുളച്ചു കയറി ഒളിച്ചിരുന്നു. ബ്രാഹ്മണ രൂപത്തിൽ കൊട്ടാരത്തിലെത്തിയ നാഗങ്ങൾക്ക് പ്രവേശനവും ലഭിച്ചു. അന്ന് 7-ാം ദിവസമായിരുന്നു. ഭാഗവത യജ്ഞങ്ങളെല്ലാം അവസാനിപ്പിച്ച് മഹർഷിമാർ മടങ്ങിപ്പോയി. ആദിത്യൻ അസ്തമിക്കാൻ ഒരുങ്ങുന്നു. തന്റെ പീഠത്തിലിരിക്കുന്ന മാതളപ്പഴം പരീക്ഷിത് രാജാവിനെ വല്ലാതെ ആകർഷിച്ചു. തക്ഷകന്റെ മായാപ്രഭാവമായിരുന്നു അത് എന്ന് രാജാവ് അറിഞ്ഞിരുന്നില്ല. ഒരു പഴുത്ത മാതളപ്പഴത്തിന്റെ മേലെ ഇരിക്കുന്ന കൃമിയെ കാണിച്ച് രാജാവ് എല്ലാവരോടുമായി പറഞ്ഞു, ഇതിനെ നമുക്ക് തക്ഷകൻ എന്ന പേരിട്ട് ശരീരത്തിലൊന്ന് സ്പർശിപ്പിക്കാം. അപ്പോൾ ശാപവും വലിച്ച പോലെ ആവും. ശാപത്തിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഒരിക്കലും തക്ഷകൻ എന്റെ അരികിലേക്ക് വരാൻ ധൈര്യപ്പെടുകയില്ല. ഇനി ശാപം അദ്ദേഹത്തിന്റെ മേലെ പതിക്കില്ല എന്ന പൂർണ്ണ വിശ്വാസത്തോടെയാണ് അദ്ദേഹം പറഞ്ഞത്. മുഴുവനെ പഴത്തോടുകൂടെ തന്നെ എടുത്ത് തന്റെ കഴുത്തിന്റെ അടുത്തേക്ക് ചേർത്ത് വെച്ചു രാജാവ്. ഒറ്റ നിമിഷം കൊണ്ട് തക്ഷകൻ തന്റെ അതിഭയാനകമായ സർപ്പരൂപം കൊണ്ട് രാജാവിനെ ചുറ്റി വലഞ്ഞു. ആ ഭയാനക ദൃശ്യം കണ്ട് മന്ത്രിമാരും സൈനികരും സ്തംഭിച്ചുപോയി. എല്ലാവരും നോക്കി നിൽക്കെ തന്റെ ഉഗ്രമായ വിഷജ്വാലയിൽ തക്ഷകൻ രാജാവിനെ കൊന്നൊടുക്കി. സർപ്പരാജന്റെ ഉഗ്രരൂപം കണ്ട് ആൾക്കാർ പരിഭ്രാന്തരായി 4 ദിക്കിലേക്ക് ഓടിപ്പാഞ്ഞു. ഇത്രയൊക്കെ സുരക്ഷ ഒരുക്കിയെങ്കിൽ പോലും ചക്രവർത്തിയായ പരീക്ഷിത്ത് തക്ഷകനാഗത്തിന്റെ ദംശനം കൊണ്ട് തന്നെയാണ് മരണപ്പെട്ടത്. കാലങ്ങൾ നീണ്ട കൊടിപ്പകയും വീണ്ടും വിചാരമില്ലാതെ ചെയ്ത പ്രവൃത്തിയുടെയും ഫലമായിരുന്നു അത്. വിധിയുടെ തീരുമാനങ്ങൾ ഇവിടെ ഒരു മാറ്റവുമില്ലാതെയാണ് അരങ്ങേറിയത്. പ്രതികാരം ഒരു ഭാഗക്കാർക്ക് മാത്രം സ്വന്തമല്ല എന്നതാണ് പ്രകൃതിയുടെ ഏറ്റവും വലിയ നിയമം. ബാധിക്കപ്പെട്ടവർക്കും വേദനിക്കുന്നവർക്കും അത് ഒരുപോലെ തന്നെ ഉണ്ടാവുന്നതാണ്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ പരീക്ഷിത് മഹാരാജാവിന്റെ പുത്രനായ ജനമേജയന് തക്ഷകനോടും നാഗവംശത്തിനോടും കൊടിയമായ പകയുണ്ടായിരുന്നു. ഈ പകയാലാണ് ജനമേജയ രാജാവ് സർപ്പസത്ര യാഗം തന്നെ നടത്തിയത്. അങ്ങനെ തക്ഷകനെയും സർപ്പവംശത്തെ തന്നെ നശിപ്പിക്കാനായി സർപ്പസത്ര യാഗം ആരംഭിച്ചു. അങ്ങനെ കദ്രുമാതാവിന്റെ ശാപം ഫലിക്കുവാനുള്ള സാഹചര്യവും വന്നെത്തി. ഒട്ടേറെ നാഗങ്ങൾ യാഗാഗ്നിയിൽ വെന്തു മരിച്ചു. ഇതിനെ ചേർത്ത് നിർത്താൻ തക്ഷകൻ ഇന്ദ്രന്റെ സഹായം തേടിയെങ്കിലും ഇന്ദ്രന് അദ്ദേഹത്തെ സഹായിക്കാൻ കഴിഞ്ഞില്ല. ഹോമകുണ്ടത്തിൽ ആവാഹിക്കപ്പെട്ട തക്ഷകൻ തന്റെ മരണം മുന്നിൽ കണ്ടു. യജ്ഞകുണ്ടത്തിന്റെ മുന്നിൽ ഭയന്നു വിറച്ചു നിന്ന അവന് രക്ഷയായത് അസ്തികൻ എന്ന കൊച്ചു മുനികുമാരന്റെ ആഗമനം തന്നെയായിരുന്നു. നാഗപരമ്പരയുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രം ജനിച്ച പുണ്യാത്മാവായിരുന്നു അവൻ. മഹർഷി ജരത്കാരുവിന്റെയും മാനസിയുടെയും പുത്രനായിരുന്നു അവൻ. കൃത്യസമയത്ത് തന്നെ അസ്തികനെത്തി സർപ്പസത്രയാഗം തടയുന്നുമുണ്ട്. പുണ്യപാപങ്ങളെ കുറിച്ചുള്ള വേണ്ട രീതിയിലുള്ള ഉപദേശം നൽകി രാജാവിനെ ആ സർപ്പസത്ര യാഗത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു. അവന്റെ ആഗമനത്തിലൂടെ തക്ഷകൻ കഷ്ടിച്ച് രക്ഷപ്പെടുകയും ചെയ്തു. എല്ലാവരോടും ക്ഷമ പറഞ്ഞ് ആ രാജാവ് സംഭവ സ്ഥലത്ത് നിന്ന് മടങ്ങുകയും ചെയ്തു. ഇത്രയുമാണ് തക്ഷകന്റെയും നാഗവംശത്തിന്റെയും കഥ. അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ മുഴുവനായി കണ്ടവർക്ക് എന്റെ വിലയേറിയ നന്ദിയും രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള ഭാഗമാണ് കമന്റ് ബോക്സ്. അതുകൊണ്ട് ഉപയോഗപ്രദമാക്കുക. കൂടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഓൾ ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.